പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ കഴിഞ്ഞ 20 ദിവസത്തിന് മുൻപ് ഏകദേശം ഒരു വീഡിയോ ഇറക്കിയായിരുന്നു. അതെന്തെന്നാൽ മിഡിൽ ഈസ്റ്റിൽ വളരെ ശത്രുതയിൽ നിൽക്കുന്ന 2 രാജ്യങ്ങൾ. ആ 2 രാജ്യങ്ങളിൽ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് പോകുന്നു. മറ്റാരുമല്ല, അത് ഡൊണാൾഡ് ട്രംപ് ചൈനയിൽ ഷിയെ കാണാൻ വേണ്ടി പോകുന്നു. ഇത്രത്തോളം ശത്രുത നിലനിൽക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം അങ്ങോട്ട് പോകാൻ വേണ്ടി ട്രംപിന് തോന്നിയത് എന്താണ്? മാത്രമല്ല, ട്രംപ് ചൈന സന്ദർശിച്ചതിന് ശേഷം ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു ഏകാധിപതി, അതായത് റഷ്യയുടെ വ്ളാഡിമിർ പുടിൻ ചൈന സന്ദർശിക്കുകയുണ്ടായി. ഇതിൽ നിന്നും നമുക്ക് വരികൾക്കിടയിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്, മിഡിൽ ഈസ്റ്റിൽ ആരംഭിച്ച ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഡീപ് സ്റ്റേറ്റും ഇസ്രായേലും കൂടി ചേർന്നായിരുന്നു. ട്രംപിന് ഇതിൽ പങ്കില്ല. ഒരു രാഷ്ട്രത്തിൻ്റെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമ്പോൾ ഇറാൻ്റെ രാഷ്ട്രത്തിൻ്റെ അതികായകൻ, അതായത് ഖാംനയെ കൊലപ്പെടുത്തുമ്പോൾ തിരിച്ച് ഇറാനും അടിക്കും. അപ്പോൾ അത് വലിയ യുദ്ധമായി മാറും. അങ്ങനെ അമേരിക്കയുടെ എക്കാലത്തെയും സഖ്യരാജ്യമായ ഇസ്രായേലിന് വേണ്ടി ട്രംപിന് ഇറങ്ങേണ്ടി വരും. ഇഷ്ടമില്ലെങ്കിലും ഇറങ്ങേണ്ടി വരും. കൈയും കെട്ടി നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഡീപ് സ്റ്റേറ്റും ഇസ്രായേലും കൂടി ട്രംപിനെ പെടുത്തുകയായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നും ട്രംപിന് വൈകിയ മനസ്സിലായത്. അതോടൊപ്പം തന്നെ ട്രംപ് ഇതിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി എപ്സ്റ്റീൻ കേസും അതൊക്കെ ഇസ്രായേലിൻ്റെ തിരക്കഥയാണ്, അതിൽപ്പെടുത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, എങ്ങനെയും ഒരു കരാറുണ്ടാക്കി രക്ഷപ്പെടണം. ഈ കരാറിന് വേണ്ടിയാണ് ട്രംപ്, ശത്രുതയാണെങ്കിൽ ശത്രുത, എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും കയറണമല്ലോ എന്നോർത്ത് ഷിയുടെക്ക് പോയത്. ഇത് ഷിയും ട്രംപും പുടിനും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കൂടിയാണ്. കാരണം ഡീപ് സ്റ്റേറ്റ്, ഇസ്രായേൽ, ഈ 2 പേരും കൂടി ട്രംപിന് പൊട്ടൻ കളിപ്പിക്കുമ്പോൾ ട്രംപിന് പോലും സ്വന്തം രാജ്യത്തോട് ഒരു ചെറിയ വെറുപ്പുണ്ടായി. അതിന് പകരമായി തമ്മിൽ ഭേദൻ തൊമ്മൻ എന്ന രീതിയിൽ ഡൊണാൾഡ് ട്രംപ് പുടിനെയും ഷിയെയും ആശ്രയിക്കേണ്ടി വന്നു. അങ്ങനെ ഈ 3 സംഘം കൂടി രൂപം കൊടുത്ത, അതായത് വ്ളാഡിമിർ പുടിൻ നേതൃത്വം കൊടുത്ത, ഷി മധ്യസ്ഥത വഹിച്ച, ട്രംപിൻ്റെ താൽപ്പര്യത്താൽ ഇറാനുമായിട്ട് രഹസ്യപരമാണെങ്കിലും എങ്ങനെയെങ്കിലും ഒരു കരാറിലൂടെ എത്തിച്ചേർന്ന അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയായിരുന്നു മിഡിൽ ഈസ്റ്റിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ ശത്രുതയിൽ പോലും മറന്ന് ട്രംപ് ചൈനയിൽ വന്ന് ധൃതി പിടിച്ചൊരു കരാറുണ്ടാക്കിയത്. അതിൻ്റെ പൂർണ്ണത ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഇതെൻ്റെ ശക്തമായൊരു അനുമാനമാണ്. നന്ദി.